പ്രിൻസ് മെർസി കണ്ടു, അടിപൊളി പടമാണ്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ പോയത്, പക്ഷെ അടിപൊളി പടമല്ലേ? അടിപൊളി പടമാണ്. അപ്പം ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് ഒരു നെഗറ്റീവ് പറയാനായിട്ടാണ് വന്നത്, ഒരു ഫോൾട്ട് കണ്ടുപിടിച്ച്. പലർക്കും അത് ഫോൾട്ട് അല്ലായിട്ടാണ് തോന്നാം, പക്ഷെ നമുക്കത് ഫോൾട്ടായിട്ട് തോന്നി, ഒരു വലിയൊരു ഫോൾട്ടായിട്ട് തോന്നിയത്. ശരിക്കും ഒരു സ്പോയിലറാണ്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ബാക്കി കാണരുത്, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യണം. ശരിക്കും ഫോൾട്ട് പറയുന്നതിന് മുന്നേ നമുക്ക് പടത്തെ പറ്റി പറയുകയാണെങ്കിൽ പടം അടിപൊളി പടമാണ്. ആദ്യം ഒരു സ്ലോ പേസ് തുടങ്ങി, പിന്നെ പക്ക ത്രില്ലിങ്ങിലോട്ടാണ് സംഭവം പോയിരിക്കുന്നത്. മൊത്തത്തിൽ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ വേറെ ലെവലാണ് പടം. ടോട്ടലി എന്താ സംഭവിക്കുക, നമ്മൾ അങ്ങനെ ഒരു ഇതിലിരുന്നു ഫുള്ള് നമ്മളെ ഫുള്ള് ഒരു എന്റർടൈൻമെന്റ് ആണ്. നല്ല പടമാണ്, നല്ല അടിപൊളി പടമാണ്. അപ്പോൾ നമ്മൾ ഫോൾട്ട് പറയാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ കണ്ടവരാണ് നിങ്ങൾക്ക് മനസ്സിലാകും, പറയാമെങ്കിൽ കണ്ടവരാണ് മനസ്സിലാകും. ഇത് നമ്മുടെ ആ പെണ്ണിന്റെ ജസ്റ്റിനെയോ മറ്റേ ഇവള് നസ്രിയ ചാടി വീട്ടിൽ പോകുന്നൊരു രംഗമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് മറ്റേ നസ്രിയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് ഇവര് ഡയാനയെ വിളിക്കും. ഡയാനയോട്ട് ചാറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡയാന ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു വോയിസ് മെസ്സേജ് അയക്കും. അതായത് ഐ വിൽ കാച്ച് ലേറ്റർ എന്ന് പറഞ്ഞയക്കും. അപ്പൊ നസ്രിക്ക് റിപ്ലൈ അയക്കും, ഓക്കെ ഐ വിൽ ടോക്ക് യു ലേറ്റർ എന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും നമുക്ക് ക്ലൈമാക്സ് ആകുമ്പോൾ മനസ്സിലാവും ആ ദിവസത്തിന് 2 ദിവസം മുന്നേ ഡയാനയാണ് അവര് കിഡ്നാപ്പ് ചെയ്തേക്കുന്നത്. അന്ന് കാണിക്കുന്നില്ല, പക്ഷെ 2 ദിവസം മുന്നെയാണ് കിഡ്നാപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും വോയിസ് അയക്കാൻ ഒരു ചാൻസ് ഇല്ല. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് ഡയാന വോയിസ് അയക്കുന്നു, അതൊരു ഫോൾട്ടാണ്. ആ വോയിസിന് വരെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ബേസിലാണ് ഡയാനയുടെ ഫോണിൽ അയച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് മനസ്സിലാവും. പക്ഷെ അവളെ കിഡ്നാപ്പ് ചെയ്തതിന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആ വോയിസ് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ അതൊരു വലിയൊരു ഫോൾട്ടാണ്. പലർക്കും അത് വലിയൊരു ഇതായിട്ട് തോന്നത്തില്ലായിരിക്കും, പക്ഷെ നമുക്കത് വലിയൊരു ഇതായിട്ട് തോന്നി. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയുക. ഓക്കെ, ബൈ.